ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാം ഒരു എഗ്ഗ് ബർഗറാണ്. അതിനാവശ്യം കക്കരിക്ക ചെറുതായി കട്ട് ചെയ്ത്, ഒരു ചെറുനാരങ്ങ, സബോള ചെറുത് കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത്, പിന്നെ മല്ലിയില ചെറുതായി കട്ട്, ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത്, ഒരു ക്യാരറ്റ് ചെറുതായി കട്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 2 ബന്നാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് എല്ലാ കട്ട് ചെയ്ത സാധനങ്ങളും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ട ശേഷം ആ ചെറുനാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇളക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. ബൗൾ എടുത്ത ശേഷം 2 മുട്ട പൊട്ടിച്ചിട്ട ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പിട്ട ശേഷം നന്നായി ഇളക്കുക. ഇതൊരു ഹെൽത്തി ഫുഡാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് നന്നായി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നന്നായി ഇളക്കിയിട്ട് ഇനി നമുക്ക് മാറ്റി വെച്ച ശേഷം ഇത് നമുക്ക് ബന്നിൻ്റെ വലിപ്പത്തിൽ ഓംപ്ലേറ്റാക്കി എടുക്കാം. ഇത് 2 ബന്നെടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ഞാൻ ഓംപ്ലേറ്റാക്കി എടുത്തിരിക്കുന്നത്. അതിൻ്റെ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഒരു പാൻ അടുപ്പ് വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ബന്നിൻ്റെ പകുതി നമുക്ക് കട്ട് ചെയ്യണം. അതിന് ശേഷം ഒന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കാം. 2 സൈഡ് തിരിച്ചും മറിച്ചും ഇട്ട ശേഷം നമുക്ക് ഏകദേശം ബന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം. ഇത് ഓപ്പണാക്കി വെച്ച ശേഷം ടൊമാറ്റോ സോസ് ഒഴിച്ച ശേഷം നമുക്കൊന്ന് പരത്താം. ഇനി ചില്ലി സോസും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പരത്തിയെടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, എരിവ് വ്യത്യാസം. പിന്നെ നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിൾ അതിന് മേലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എല്ലാ വെജിറ്റബിളും ഇട്ട ശേഷം നമ്മുടെ മുട്ട നമുക്കതിൻ്റെ മേലേക്ക് വെക്കാം. അതിനുശേഷം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊരു ഹെൽത്തി ഫുഡാണ്, അതുകൊണ്ടാണ്. ഇനി നമ്മുടെ ബർഗർ ആയിട്ട് മുട്ട ബർഗർ റെഡി ആയിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വെജിറ്റബിളൊക്കെ നന്നായിട്ട് ഒന്ന് ലൈറ്റ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു. അടുത്ത വീഡിയോസുമായി നമുക്ക് കാണാം.